ഹലോ മച്ചാളെ, ലുട്ടാപ്പി ബ്ലോഗ്സിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാൻ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വലിയൊരു ബോക്സ് ഇതിന്റെ വലിപ്പമുണ്ട്. ഞാൻ തന്നെ കവറിങ് എന്റെ പകുതി മുക്കാലുള്ള വലിപ്പമുള്ള ബോക്സ് ആണ്. ഇതിന്റെ അതേ വെയിറ്റ് ഉണ്ട്, 10-15 കിലോ വെയിറ്റ് ഉള്ള ബോക്സ് ആണ്. അപ്പോൾ അൺബോക്സിലേക്ക് കേട്ടോ. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അൺബോക്സിലേക്കാണ്. ഇതിപ്പോ ഫ്ലിപ്പിന്റെ വന്നതുകൊണ്ടുള്ള അതിന്റെ ഡെലിവറി വേണ്ട മലയിട്ട് മാറ്റി പിന്നീട് എന്തെങ്കിലും ആവശ്യപ്പെടാണ് ഇതിനുള്ള എന്താന്ന് വെക്കാം. അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ പാക്ക് ചെയ്ത് ഇത് പാക്ക് കഴിക്കാൻ പറ്റുക സ്റ്റെപ്പ് കഴിക്കാൻ ആലോചിക്കണം. ഇത്ര വലിയ പാക്കിംഗ് ഉള്ള സാധനങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിൽ എവിടെയും പൊളിക്കിട്ടത് മറ്റേ നൈഫൊന്നും ഇല്ലാത്ത മീൻ പൊളിക്കുന്നതല്ല. ഇടയ്ക്ക് വേറെ സൗണ്ട് കേൾക്കാണ്. അത് ബാക്കിൽ ഒരാളുണ്ട്, തത്ത. നമ്മളെ കൊണൂർ വീഡിയോ ചെയ്തിട്ടില്ല, എന്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഒക്കെ ഇടയ്ക്ക് വീട്ടിലുണ്ട് മലയാളം. അപ്പൊ അതൊന്നും കേട്ടില്ല. അപ്പൊ കൊണൂർ ആകാൻ ചോദിച്ചു ആകാന്ന് വീഡിയോ തെറ്റിയത് മനസ്സിലാവും. മനസ്സിലായി ബാക്കിലാണ് ലക്ഷ്യം. ബാക്കിലാണ് ഈ ചാക്കിന് പറ്റിയാണ് ചാക്ക് ചെയ്തതാണ്. അല്ലാതെ ശരിയാണ്. ഉഷ്ണമാണ്, ഫാനില്ല, ആളുമാണ്. വെളിച്ചം കിട്ടാൻ വേണ്ടി തിരക്കാൻ ചൂട്. അപ്പൊ ഈ ഒരു ഫംഗ്ഷന് പോയിട്ട് വരാണ് TVSന്റെ ലോഞ്ചിങ്ങിന്റെ. അപ്പൊ ആ വീഡിയോ ഉടനെ തന്നെ ചാനൽ വരുന്നതാണ്. അപ്പോ റീസൺ ഇട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും കാണാൻ. ഈ വീഡിയോ വന്നതിന്റെ തൊട്ടും മുന്നേ പിന്നെ TVSന്റെ ലോഞ്ചിങ്ങിന്റെ ഫുൾ വീഡിയോ അപ്പൊ അതും എല്ലാവരും ഇല്ല. ഇതാണ് കഷ്ടപ്പാട് തോന്നും. നിൽക്കാൻ പറ്റില്ല, അത് വെയിറ്റിലാണ്. ബോക്സ് അൺബോക്സ് ചെയ്യാണ്. എല്ലാവരും ഇത് ഇങ്ങോട്ട് നോക്കും. കാണുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോന്ന് അറിയാം. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് ഈ സെപ്പറേറ്റ് പഠിച്ചു വെച്ചിട്ട് ഓരോന്നും സെപ്പറേറ്റ് പഠിപ്പിച്ചിട്ട് കാണാൻ പാകത്തിന് കാണിച്ചു തരാം. ഒന്ന് പോസ്റ്റ്. അപ്പോ ഇവിടെ എല്ലാം ബോക്സിന് ഇതാക്കി ബോക്സിന് പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചിലപ്പോൾ പഠിപ്പിച്ചിട്ട്. അപ്പൊ ജിം ഐറ്റംസ് ആണ്. ഓഹോ, വീട്ടിലേക്ക് ജിമ്മ് ഇവിടെ ഇവിടെ അപ്പൊ വീട്ടില് എങ്ങനെ ഒരു ജിമ്മ് വർക്കൗട്ട് ചെയ്യാം? എപ്പോഴും എല്ലാവർക്കും എപ്പോഴും പുറത്തേക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ചെറിയ കൈസും ഇങ്ങനെയൊക്കെയുള്ള വർക്കൗട്ട് എങ്ങനെ വീട്ടിൽ ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് എങ്ങനെ റേറ്റ് കുറച്ച് വാങ്ങാനുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ ആദ്യം വെയിറ്റ് ആണ്. ഇതാ ചെറുത് ഫസ്റ്റ് 2 കിലോ. ഇതാ കാണുന്നുണ്ടോ? 2 കിലോന്റെ വെയിറ്റ് 4 ഫിക്സ് വരുന്നത്. റൈറ്റും കാര്യങ്ങളും ബാക്കി ലിങ്കും കാര്യങ്ങളും റൈറ്റ് ഞാൻ പറഞ്ഞു. അപ്പോ 2 കിലോന്റെ 4 ഇത് നമുക്ക് ടെമ്പറേച്ചർ ആയിട്ട് ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം. പിന്നെ തൊട്ട് മുകളിൽ വരുന്നത്
3 കിലോ. 3 കിലോന്റെ നാലെണ്ണം പിന്നെ വരുന്നത്. പിന്നെ അതിന്റെ വെയിറ്റ് 5 കിലോ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് PVC ജിംസ് ആണ്. 5 കിലോന്റെ 4 പിന്നെ വരുന്നത് വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ടെമ്പേഴ്സിനുള്ള സെറ്റപ്പാണ്. ഇത് ടെമ്പേഴ്സ് ആക്കാനുള്ളതാണ്. എങ്ങനെയാണെന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ഇതില് എക്യുപ്മെന്റ്സ് ആയിട്ട് വരുന്നത് ടെമ്പേഴ്സിലാണ്. വന്ന് ക്രിക്കറ്റ് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് സൈഡിൽ പോവുക. വെയിറ്റ് വേണ്ട വെയിറ്റ് ഞാൻ രണ്ടാവശ്യം രണ്ട് സൈഡിൽ രണ്ട് വെച്ച് നമ്മൾ ഒരു സാധനം ഇതൊക്കെ PVCന്റെ കേട്ടോ. ടെമ്പേഴ്സിന്റെ ഹാൻഡിൽ വരുന്നതും PVC എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ടൈറ്റ് ആയിട്ട് ഞാൻ പിന്നെ 2 വേണമെങ്കിൽ 2 ഇടാം. അത് കഴിഞ്ഞിട്ട് 3 ഇടാം, 4 ഇടാം. ഇത് വേണമെങ്കിൽ 3 കട്ടം 4 കട്ടകളും 4 വീട്ടുകൾ ഒപ്പം ഇടാം. ചെറിയ വെയിറ്റ് എടുക്കുന്ന അനുസരിച്ചുള്ള വേണ്ട പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല സെറ്റിംഗ് ആണ്. ഇതൊന്ന് കാണിച്ചാൽ ഞാൻ അടുത്ത 10 സെറ്റ് ചെയ്തിട്ട് ഓരോന്നും കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ്. സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് വെയിറ്റ് എടുക്കാം. സിമ്പിളായിട്ട് അപ്പോൾ വെയിറ്റ് വെച്ച് ഫിറ്റ് ചെയ്യാനൊന്നും ഫിറ്റിക്കത്തില്ല. പിള്ളേർക്ക് ഫിറ്റ് ചെയ്യാം. ചില കുട്ടികൾ മുതൽ 24 ഫിറ്റ് ചെയ്യാൻ ലെവലിലാണ് ഉള്ളത്. തത്തനെ കാണുന്നുണ്ടോന്ന് നോക്കിയാൽ തത്തനെ ഫോക്കസ് ചെയ്താണ് നമ്മുടെ തത്ത. ഇതാണ് നമ്മുടെ ചോട്ടു. ഇതിപ്പോ എന്താന്ന് പറയാനായിട്ട് ഇപ്പൊ കൊത്തി വെച്ചാൽ എന്നെ കാണുന്നുണ്ടോ ഫോക്കസ് ചെയ്യാം. നല്ല പേസ്റ്റ് 2 4 കിലോ ആണ്. 2 4 കിലോ 4 8 കിലോ ആണ്. 4 കിലോ നല്ല സംഭവമാണ്. ഇത് തൽക്കാലം മാറ്റിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു കണ്ടിട്ട് സ്റ്റീലിന്റെ ഇതാണ്. സ്റ്റീലിന്റെ പൈപ്പും കാര്യങ്ങളൊന്നും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് പൈപ്പാണ് ബെൻഡായി കോപ്പിന് മെറ്റായി പോകുന്നുണ്ട്. ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ കാണിച്ചേ. പ്ലാസ്റ്റിക് മറ്റേ അടുത്ത കമ്പസിന്റെ ഡീൽ വരുമ്പോ ഇത് നമുക്ക് ചെറിയ വെയിറ്റില്ല. ഒന്നിച്ച് കാണിച്ചു തരാൻ വേണ്ടില്ല. അപ്പം ചെറിയ വെയിറ്റ് മനസ്സിലായില്ല. മെറ്റീരിയൽ ഒന്ന് വേണ്ട ഇല്ല. അതിന് വേണ്ടി ഫിറ്റ് കാണിച്ചു തരാം. കാണുന്നുണ്ട്. ഒന്നും കൂടി ഫോക്കസ് ചെയ്യും. പൈപ്പല്ല, റാഡാണ്. പൈപ്പാണ് ഇവിടെ ഹോളാണ് ഉണ്ടാവുക. വെൽഡിങ്ങോ കാര്യങ്ങളൊന്നും കട്ട് ചെയ്ത പാടാണുള്ളത്. കണ്ടോ കണ്ടോ ഫുള്ള് റാഡാണ്. ഇത് നോക്കുമ്പോൾ ഇവിടെ വെയിറ്റ് ഇട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്റ്റോപ്പർ വരുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ കൈ പിടിക്കാനുള്ള നല്ല ഗ്രിപ്പ് വരുന്നുണ്ട്. ഗ്രിപ്പ് ഫോണിൽ ക്യാമറയുടെ ലൈറ്റ് കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല. ഒന്ന് നല്ല നോക്കി മനസ്സിലാവും. അപ്പൊ അതിന് വലിയ വെയിറ്റ് ഇട്ട് കാണിച്ചുതരാം. അപ്പോൾ നിലത്ത് കൂടാൻ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്ട്രോങ് ആണ്. 2 സൈഡിലേക്ക് ഇട്ടിട്ടുണ്ടായി. ഒന്നാമത് ഫോട്ടോ പീറ്റിൽ പോകുന്നത് കായികത്താനും കുറവായിരിക്കും. പണ്ട് കഴിയുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പറയുന്നത് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സംഭവം ഓർഡർ തന്നത് ഇത് ലോക്കല് സൈഡിൽ കൊടുക്കുന്ന ടൈപ്പാണ്. ലോക്കലാണ് എന്നാ മനസ്സിലാവും. പിന്നെ കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഈ ലോക്കൽ. ഭയങ്കര ടൈറ്റാണ്.
ചിലതൊക്കെ ലൂസ് ചെയ്യും. വർക്കൗട്ട് വീഡിയോ സെപ്പറേറ്റ് പിന്നെ അടുത്ത വീഡിയോ കാണിക്കും. വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് അടുത്ത വീഡിയോ കാണിച്ചു തരും. ഇതാണ് അടുത്ത സെറ്റ് വരുന്നത്. വാങ്ങി വെക്കാം. പിന്നെ വരുന്നത് ഇതാ അതേപോലെ തന്നെ വെൻഡറാടാണ്. വെൻഡറാഡ് വരുന്നത് അതേപോലെ തന്നെയാണ് വെൻഡറാഡ് വരുന്നത്. ചിലർക്ക് പൈപ്പാണ്, ചില പൈപ്പ് വരും. അപ്പൊ ഇതൊരു സാധനത്തിന് ഞാൻ ഏകദേശം എത്ര കൊടുത്തിട്ടുണ്ടാകുന്നതും MRP ആണ്. MRP 8,990 ഈ സാധനത്തിന്. അപ്പൊ ഏകദേശം ഞാൻ എത്ര കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വീഡിയോ കണ്ട് ഈ സമയമാകുമ്പോൾ എല്ലാവരും കമന്റ് ചെയ്യും. വേറെ സാധനം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഏകദേശം കൊടുത്തിട്ടുണ്ടെന്ന് ഗസ് എല്ലാവർക്കും കമന്റ് ചെയ്യും. വീഡിയോ ആണ് എല്ലാവരും കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം വീഡിയോ നിങ്ങളുടെ കമന്റിലൂടെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുമ്പോഴാണ് ഇനി വീഡിയോ ചെയ്യാനുള്ള ആകെ പ്രോത്സാഹനം. കാരണം യൂട്യൂബിന്റെ കാര്യങ്ങളൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഇതേവരെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നത് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കും കമന്റാണ് യൂട്യൂബിലേക്ക് നമ്മളെ എത്തിക്കുക. നിങ്ങൾ ചെയ്തു തരുന്നതനുസരിച്ച് വേണം. നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് മാത്രം നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അല്ല യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് ഒന്നുമല്ല. ഇന്നേ വരെ യൂട്യൂബിൽ പോലും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ കാര്യങ്ങൾ എത്തിക്കാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് എന്തെങ്കിലും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലാണ് മുന്നോട്ട് നിൽക്കുമല്ലോ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇതിൽ ഞാൻ ബൈദ്രാമാണ്, സ്ട്രെയിറ്റ് അല്ല. നേരത്തെ കണ്ട ആടുക ഇതേപോലെ സ്ട്രെയിറ്റ് ആയിരുന്നു. ഈ നാട് കണ്ടാൽ മനസ്സിലാവും ബെൻഡാണ്. ഇത് നമുക്ക് പല ആംഗിളുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു പോർഷൻ പിടിക്കാം. അപ്പൊ കൈന്റെ ഡിഫറൻസ് ഈ ഒരു ഡിഫറൻസ് അത് മാറ്റിയിട്ട് അടുത്ത വെച്ച് കഴിഞ്ഞാല് കൈ പിന്നെ മാത്രം അടുപ്പിച്ചെടുത്ത് അങ്ങനെ 3-4 എക്സസൈസ് പിടിക്കാം. നല്ല ബോഡിയിലേക്കൊക്കെ നല്ല എഫക്റ്റ് ചെയ്യും. ഇതാണ് പിന്നെ അടുത്ത് വന്നത് 2 സെറ്റ്. അങ്ങനെ കാണുന്ന മാറ്റണം. കാണുന്നതാണ് ഫുൾ വീച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴും കാണുന്നുണ്ടല്ല എനിക്കായിട്ട്. അടുത്ത ഇതൊക്കെ 2K തന്നെ പഠിച്ചിട്ടുണ്ടാവില്ല. 90s ഓർമ്മയുണ്ടാവും. ചെറുപ്പത്തില് എന്തായാലും പറയാ അപ്പോ ഇത് നമ്മള് 2K അല്ലാണ്ട് അറിയാൻ ചാൻസ് കുറവാണ്. 90s 80s നന്നായിട്ടുണ്ട്. അതിന്റെ കയറുകാരുടെ പള്ളിച്ചാട്ടം എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അതിന്റെ വലിയ ടെക്നിക്കൽ പരമായിട്ട് വന്ന സാധനം. ഇതിന് പല ഗുണങ്ങളുണ്ട്. ബോഡി ഫുള്ള് വർക്കൗട്ടാവും. ഇതിൽ ചാടുമ്പോൾ കളിച്ച് അറിയില്ല. ഒന്ന് ഈമാക്കി ഞാൻ വീഡിയോ എടുത്ത് ചെയ്ത് പഠിച്ചിട്ട് നല്ല ഹെൽപ്പുണ്ട്, നല്ല സ്ട്രെച്ചബിലിറ്റി ഉണ്ട്. ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് ചെയ്ത് വന്നത്. പിന്നെ ഗ്രിപ്പറാണ്. സ്റ്റിപ്പർ അങ്ങനത്തെ പറയുകയാണ്. നിങ്ങളുടെ മസിൽസിന് വർക്കൗട്ട് ചെയ്യുന്ന സാധനം ഇയർ ഉണ്ടാവുക. അതാണ് അടുത്തത്. പിന്നെ വരുന്നത് ഇതൊക്കെ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് വേണ്ട കൈക്ക് ഗ്ലൗസ് ആണ്. ആ ഗ്ലൗസ് ആണ് അടുത്ത് വരുന്നത്. ആ ഗ്ലൗസ് എത്രത്തോളം കംഫർട്ട് ആണെന്ന് ഭയം നോക്കാം. നെറ്റിലാകുന്ന ഒറ്റയ്ക്ക് ആക്കിയിട്ട് നല്ല റബ്ബറിന്റെ ഭാഗം ഉള്ളിലാക്കി കൈക്ക് സ്ട്രെച്ചും കാര്യങ്ങളൊന്നും വരാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള കൈയിലേക്ക് ഉള്ള ഭാഗം ആക്കിയിട്ട് സംഭവം റെഡിയാണ്. എന്റെ കഴിച്ചിട്ട് റെഡിയാണ്. ഇതവിടെ സ്റ്റിക്കർ പറച്ചിലടന്ന് ഇട്ടിട്ട് ക്ലിയർ പൊട്ടി കഴിഞ്ഞാല് സെറ്റാണ്. അടുത്തത് പിന്നെ
ഇത് റൈറ്റ് ഹാൻഡ് ആണ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഉള്ളം കൈ ഇങ്ങനെ ആക്കിയിട്ടാണ് ഇടുക. ഇത് നമുക്ക് എയർ കാറ്റ് ഒഴിച്ച് കിട്ടാൻ വേണ്ടി നെറ്റ് ആണത്, അതിൽ കാണാം. വൺ സൈഡ് നെറ്റാണ്, ഉള്ളം കൈയിലേക്ക് വരുന്ന ഭാഗത്താണ് നമ്മൾ വരുന്നത്. അപ്പൊ അതായി ഇത് എന്താണെന്നുള്ളതാണ് എനിക്ക് അറിയാം. ഇത് നോക്കാം, വീട്ടിലുണ്ടായിരുന്നു. ഒരു ബാഗ്. അപ്പൊ ഇപ്പൊ വന്ന കമ്പനി അടുത്ത നമുക്ക് കമ്പനിയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാഗ് അതായത് ബാഗിൽ നിയർ സ്റ്റാറക്സ് ജിം ഫിറ്റിംഗ് ഉള്ള ഒരു നല്ല ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിന് വാങ്ങിയിരുന്നത്. ഇത് നല്ല ഓഫറുള്ള സമയങ്ങളുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് വരുന്ന സമയങ്ങളുണ്ട്. 30 വർഷത്തെ കഴിഞ്ഞാൽ ജിം തത്യാവും. അപ്പം നല്ല ക്വാളിറ്റിയുള്ള ബാഗ് ഞാൻ കണ്ടിരുന്നത്. അത്യാവശ്യം നല്ല ബുക്കിംഗ്. അപ്പോ ഇത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിനാണ്. ബാക്കി അന്വേഷിച്ച് ഭയങ്കരമായി. അപ്പോ ഇതിന് ടോട്ടൽ MRP വന്നത് 8,999. ഒരു രൂപ കൊണ്ടെങ്കിൽ 50,000 രൂപ, ഓൾമോസ്റ്റ് 9,000 rupees ആണ് MRP വന്നത്. ഞാൻ വാങ്ങുന്ന സമയത്ത് അങ്ങോട്ട് കാണിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ വാങ്ങുന്ന സമയത്ത് 1,762 രൂപ എനിക്ക് ഓഫറിൽ കിട്ടിയതാണ്. ഇപ്പോൾ ഞാൻ അത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു 2,700 രൂപ റേറ്റ് ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്ത് ഒരു 10 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് നമുക്ക് സാധനം വന്നിട്ടുള്ളത്. റേറ്റ് ബില്ല് കാണിച്ചുതരാം. ഒന്ന് ക്യാമറ കൊണ്ട് ഫോക്കസ് ചെയ്താൽ കാണിച്ചു തരാം. ഞാൻ വാങ്ങിയ കളത്തിലാന്ന് പറയുന്നത് 1,549 രൂപ. അതിൽ ക്യാഷ് ഓൺ ഡെലിവറി അടിച്ചപ്പോഴാണ് ഇത് ചില്ലറ ചാർജ് കൂടി 1,560 രൂപയായിരുന്നു. അപ്പൊ 1,560 രൂപ ഞാൻ പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഇപ്പോൾ കേരള ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ഫ്ലിപ്പിൽ ഞാൻ ഫ്ലിപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് എന്താ എല്ലാ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കൃത്യമായിട്ട് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ പോരായിട്ടുണ്ടെങ്കിൽ അതും പറയാം. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നത് അതും പറയാം. പിന്നെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഇതേമാതിരി റിവ്യൂ ചെയ്യാനുണ്ടെങ്കിൽ അയച്ചു തന്ന റിവ്യൂ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എന്താ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ പറ്റി അന്വേഷിച്ചിട്ട് എല്ലാ പറ്റുന്ന രീതിയിൽ അറിവ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.